ബുക്ക് ഷെൽഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുക്ക് ഷെൽഫിൽ നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകം കുട്ടികളെ എങ്ങനെ നല്ലവരാക്കാം എന്നൊരു പുസ്തകത്തെക്കുറിച്ചാണ്. ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ എഴുതിയ കുട്ടികളെ എങ്ങനെ നല്ലവരാക്കാം എന്ന പുസ്തകം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഈ പുസ്തകം മാതാപിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ, യുക്തമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു പുസ്തകമാണ്. യഥാർത്ഥത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും കടന്നു പോയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കേട്ടിരിക്കുന്നതാണ്. അതിനേക്കാൾ അപ്പുറം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഈ പുസ്തകം നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്നൊരു പുസ്തകമാണ്. പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട മേഖലകളുള്ള എല്ലാവർക്കും സഹായിക്കും. സാധാരണഗതിയിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കളാണ്. അപ്പം അതുകൊണ്ട് മാതാപിതാക്കൾക്കാണ് ഈ പുസ്തകം അനിവാര്യമായിട്ട് തീരേണ്ടത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആധ്യാത്മികമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒന്നിച്ചു ചേർത്ത് ബൈബിൾ അധിഷ്ഠിതമായ ചിന്തയോടുകൂടി, നല്ലൊരു ബോധ്യത്തോടും അവബോധത്തോടും അനുഭവത്തോടും കൂടി നമുക്ക് വളരെ ചെറിയ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. ഇതിൽ ഓരോ അധ്യായങ്ങളിലൂടെയും വ്യക്തമായി കടന്നുപോയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാകുക, ഇതിൽ ആശംസ എഴുതിയിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജസ്റ്റി കുര്യൻ ജോസഫ് വളരെ ലളിതമായ രീതിയിൽ ഇതിൻ്റെ ആകത്തുക രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: കുട്ടികളെ മിടുക്കരാക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാ അർത്ഥത്തിലും മത്സരിച്ച് വിജയിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റു സ്ഥാപനങ്ങളോ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടികളെ നല്ലവരാക്കാൻ, വിശുദ്ധരാക്കാൻ മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തിരക്കിട്ട ജീവിത യാത്രയിൽ മാതാപിതാക്കൾ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ. കാര്യം വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളിന്ന് എല്ലാവരും വളരെ ഇമോഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരക്കിട്ട യാത്രയിൽ നമ്മൾ മറന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം കൂടി ഒന്നിച്ച് വെച്ചിരിക്കണം. നമുക്കൊരു ഗൈഡാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കൊരു ഗൈഡാണ് കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടത്തിനും അവരെ നല്ല രീതിയിൽ ഒരു വിശുദ്ധരാക്കി തീർക്കാനും നല്ല മനുഷ്യനാക്കി തീർക്കാനുമുള്ള നിർദ്ദേശങ്ങളുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ അത് എല്ലാവർക്കും, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇതറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിലെ ഓരോ ഭാഗങ്ങളിലേക്കും കടക്കാം. നമുക്ക് ചിന്തിക്കാം. ഇതൊരു ബ്രഷിംഗ് അപ്പാണ്. നമ്മുടെ കൊച്ചുനാളിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ വെളിച്ചത്തിലും നമ്മൾ കൊച്ചുനാളിൽ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ആശയങ്ങൾ കൊടുക്കാനും അവരെ വളർത്താനുമുള്ള ഉചിതമായ അനുഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഒരു പുസ്തകത്തിൻ്റെ ആശയവിനിമയത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമ്മളുടെ കൊച്ചുനാളിൽ കടന്നു പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഓർമ്മ വരും. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകുന്നത് ഉചിതമായിരിക്കും. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് നമുക്ക് പഴമൊഴി അറിയാം. അത് എല്ലാവർക്കും ബാധകമാണ്, കാക്കയ്ക്ക് മാത്രമല്ല. അതുകൊണ്ട് നമുക്കറിയാം നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. നമ്മളുടെയൊക്കെ കൊച്ചുനാളിലുണ്ടായിരുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന്, നാം പഠിച്ച പാഠങ്ങളിൽ നിന്ന് നമ്മളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല സൗകര്യങ്ങൾ,
ഏറ്റവും മെച്ചപ്പെട്ട സാധനങ്ങൾ എല്ലാം കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. കാരണം നമ്മൾ കൊച്ചുനാളിൽ അത് നമ്മൾ ആഗ്രഹിച്ചൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളും സ്വപ്നം കണ്ടതാണ്, പക്ഷെ അത് നമുക്ക് കിട്ടാഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ലത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക. പിന്നെ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മൾ സെർച്ച് ചെയ്യും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ കടമെടുത്തായാലും കുഞ്ഞിന് ഏറ്റവും സൗകര്യമുള്ള AC അല്ലെങ്കിൽ ഹൈടെക് ക്ലാസ് റൂമുകളുള്ള സ്കൂളുകൾ നമ്മൾ തേടും. നമ്മളൊക്കെ തൂങ്ങിപ്പിടിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്ന കാലഘട്ടങ്ങളെയൊക്കെ നമ്മൾ മറന്നുകൊണ്ട്, നടന്നുപോയ കാലഘട്ടങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ മുറ്റത്ത് നിന്ന് കുട്ടിക്ക് കയറാനുള്ള യാത്രാ സൗകര്യങ്ങൾ, വാഹനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടാണ് കുഞ്ഞിനെ വിടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മാക്സിമം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, കരുതലോടുകൂടി നമ്മൾ കൊടുക്കും. അതെല്ലാവരും ചെയ്യുന്നത് സ്നേഹം കൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ഭാവിയിലൂടെയാണ് നമ്മളുടെ ജീവിതം കെട്ടിപ്പൊക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ ഒരു പരാജയം സംഭവിക്കുന്നുണ്ട് എന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. കുഞ്ഞ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സിൽ ആ കുഞ്ഞിന് ഏറ്റവും നല്ലത് ഉചിതമെന്ന് തോന്നുന്ന പലതും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ പലതും ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിന് ചേർന്നതായിരിക്കില്ല നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് നടക്കാത്തതായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ശൈലി, അത് കുഞ്ഞ് അതിൽ അഭിവൃദ്ധിപ്പെടണം, കുഞ്ഞ് നന്നായി ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട്, ചുറ്റുപാടുകൾ അല്പം പിന്നോക്കമാണെങ്കിലും കുഞ്ഞിന് നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ചേർത്തുന്നു. പക്ഷേ നമ്മളുടെ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിക്ക് പരിധി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ യോഗ്യത നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞിൻ്റെ കപ്പാസിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ആ ഭാഷയിലുള്ള പാഠ്യഭാഗങ്ങളിലൂടെ കടന്നു പോകാനുള്ള കഴിവില്ലാത്തതായിരിക്കാം. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന നിർബന്ധിതമായ ഒരു ഉന്തിത്തള്ളലിൻ്റെ പേരിൽ ആ കുഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്നത്, ആ കുഞ്ഞ് ബേസിക്കലായിട്ട് നിരാശയിലേക്ക് മടങ്ങുകയാണ്. കാരണം ആ കുഞ്ഞിനോടൊപ്പം പഠിക്കുന്ന മറ്റു കുട്ടികളുടെ പഠന രീതിയും ക്ലാസ്സിലുള്ള പെർഫോമൻസിൻ്റെ വെളിച്ചത്തിൽ അധ്യാപകർ കൊടുക്കുന്ന പ്രോത്സാഹനം ഈ കുഞ്ഞിന് കിട്ടില്ല. കാരണം വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ ആ കുഞ്ഞിന് മുന്നോട്ട് പോകാനുള്ള ചങ്കുറപ്പ് അല്ലെങ്കിൽ ത്രാണി, ഉൾക്കരുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായും ആ കുഞ്ഞ് മാക്സിമം പുറകോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നിർബന്ധിതമായ വിദ്യാഭ്യാസ ശൈലി ആ കുഞ്ഞിന് ഉള്ള കപ്പാസിറ്റിയെ കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ആ കുഞ്ഞിൻ്റെ മുകളിൽ കെട്ടിവയ്ക്കുന്ന സമ്പ്രദായമാണെന്ന് വിദ്യാഭ്യാസം ബിഗിനിങ്ങിൽ തന്നെ നഴ്സറി തൊട്ട് നമ്മൾ തുടങ്ങുന്നത്. അത് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കായാലും നമുക്കറിയാം, നമ്മളൊരു കുഞ്ഞിൻ്റെ കൂടെ നമ്മൾ എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ആ കുഞ്ഞിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ആ കുഞ്ഞിൻ്റെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം, അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എഴുത്ത്, വായന, കണക്ക് കൂട്ടലുകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള അറിവുകൾ നമുക്ക് എല്ലാവർക്കും വേണം. അതിൽ കവിഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ കണ്ടെത്തേണ്ടതുമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനോടൊപ്പം സമയം ചെലവിട്ട് ആ കുഞ്ഞിൻ്റെ കപ്പാസിറ്റി എന്താണ്, ആ കുഞ്ഞിന് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ എന്താണ്, ആ കുട്ടിയിലുള്ള കഴിവെന്താണ്, അത് കണ്ടെത്തിക്കൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തണം. അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, പേരൻസ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ആ കുഞ്ഞിനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. കുഞ്ഞുനാളിൽ തന്നെ ആ കുഞ്ഞ് കാണിക്കുന്ന കളികളുണ്ട്, അത് ദൈവം ആ കുഞ്ഞിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നതാണ്. ആ കുഞ്ഞിനെ കൊണ്ട് ആ ഒരു വലിയൊരു മനുഷ്യനായി തീർന്നു വരുമ്പോൾ ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ട കടമകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ബുദ്ധി, ബോധം ഒക്കെയുണ്ട്, കഴിവ്, അറിവൊക്കെയുണ്ട്. അത് ബേസിക്കായിട്ട് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലും ബുദ്ധിയിലും മനസ്സിലും ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കണ്ടെത്തണം. ചില കുട്ടികൾ കളിക്കുമ്പോൾ തന്നെ കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി തന്നെ നമുക്കറിയാം. ചില കുട്ടികൾ വണ്ടികൾ ഉണ്ടാക്കി കളിക്കും, അല്ലെങ്കിൽ ചിലർ തന്നെ ബിഗിനിങ്ങിൽ തന്നെ പുസ്തകങ്ങൾ, ചിത്രങ്ങൾ കാണാനുള്ള ഒരു വാസന, കളർഫുള്ളായിട്ടുള്ള പടങ്ങൾ കാണുന്നു.
അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചില കുട്ടികൾ കുളിക്കുമ്പോഴായിരിക്കും പാട്ട് പാടുന്നത്, ചില മൂളിപ്പാട്ടുകൾ. അപ്പോൾ ആ കുട്ടികളുടെ നിക്ഷിപ്തമായിരുന്ന കഴിവുകളുണ്ട്. ചിലപ്പോൾ വരയ്ക്കുന്നവരായിരിക്കാം, പാടുന്നവരായിരിക്കാം, നന്നായി കളിക്കുന്നവരായിരിക്കാം. അങ്ങനെ ആ കുഞ്ഞിലുള്ള കഴിവ് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ആ വിദ്യാഭ്യാസത്തോട് ഒപ്പം തന്നെ ആ കുട്ടിയെ ആ രീതിയിൽ നമ്മൾ വളർത്തണം. അല്ലെങ്കിൽ ഉണ്ടാകുന്നത് നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടിയുമായി കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളുടെ കുഞ്ഞിനെ മുന്നോട്ട് ഉന്തിത്തള്ളുമ്പോൾ ആ കുഞ്ഞിൽ പരാജയം സംഭവിക്കും. ആ കുഞ്ഞിൽ തന്നെ നിരാശ ഉളവാകും. പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലൊരു സമ്മർദ്ദത്തിൽ മുറുകി മാതാപിതാക്കളോടും പഠിപ്പിക്കുന്ന അധ്യാപകരോടും കൂടെയുള്ള വിദ്യാർത്ഥികളോടും പിന്നീട് തുടർന്ന് സമൂഹത്തോട് തന്നെ വെറുപ്പും മടിയും ഒരു ദുഃഖവും നിരാശയൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കാനായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം കുഞ്ഞിനെ മനസ്സിലാക്കാൻ നമ്മുടെ മക്കളോടൊപ്പം നമ്മളെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങൾ നന്നായി വളരണമെന്നാണ്. അവരുടെ നല്ല ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നതിന് സഹായകമാകുന്ന ഒരു പുസ്തകമാണിത്, നമുക്കറിയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ചിന്തകളിലൂടെ, സാമൂഹ്യ പ്രശ്നങ്ങളിലൂടെ ഓരോ കൊച്ചിൻ്റെയും മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഓരോ അധ്യായങ്ങളുടെയും മുകളിലായി തന്നെ ബൈബിൾ വചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും മാതാപിതാക്കളെ സംബന്ധിച്ചുമുള്ള ചില ബൈബിൾ വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കൊരു വലിയൊരു നിർദ്ദേശം തന്നെയാണ്, ശക്തിയാണ്. പല കാര്യങ്ങളും പല സംഭവങ്ങളും കുഞ്ഞുങ്ങളിൽ നടക്കുമ്പോൾ, ചില പെരുമാറ്റ രീതികൾ നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് കുഞ്ഞങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു എന്ന് പല മാതാപിതാക്കൾക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. ഒരു നോർമലായിട്ടുള്ള കുഞ്ഞിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ കണ്ടേക്കാം. പക്ഷേ കുഞ്ഞുനാളിൽ തന്നെ അവരുടെ സ്വഭാവത്തിൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ് പ്രായമാകുന്നതിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞ് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിൻ്റെ അടിത്തറയാണ്, സ്വഭാവത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും സംസാരിക്കുന്ന രീതിയും എല്ലാം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതാണ്. മുളയിലെ നുള്ളിക്കളയുക എന്ന് നമുക്കറിയാം. അത് നമ്മൾ മുളയിൽ തന്നെ നുള്ളിക്കളയേണ്ടതുണ്ട്. അപ്പോൾ ചിലത് എന്താണെന്ന് നമ്മൾ കൃത്യമായും കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പലരും പലതരത്തിലുള്ള ചിന്ത കൊണ്ടും ആഗ്രഹം കൊണ്ടും ആവശ്യം കൊണ്ടും ഒരു ഭ്രാന്ത് പിടിച്ച ഓട്ടത്തിലാണ്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഉള്ള സമയം നമ്മൾ കണ്ടെത്താറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തോളം വളരില്ല. ഒരുപക്ഷെ നമുക്ക് ആഗ്രഹങ്ങൾ വലുതാണെങ്കിലും കുഞ്ഞിനെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ കുഞ്ഞ് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചുനാളിൽ നടക്കാത്ത പലതും എന്തൊക്കെയോ ആയിത്തീരാനുള്ള ആക്കി തീർക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് നമ്മൾ. അപ്പോൾ ഏറ്റവും സൗകര്യമുള്ളതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ നമ്മൾ കൊണ്ടു ചേർത്തും. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് തന്നെ ആ കുഞ്ഞിനെ അവൻ്റെ പഠന മേഖലകളിൽ ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരായിരിക്കും പല പാരൻസും. പക്ഷേ നമ്മളുടെ അതിയായ ആഗ്രഹം, അത്യാഗ്രഹത്താൽ കുഞ്ഞിൻ്റെ മുകളിൽ ഒരു ചുമടാണ് നമ്മൾ കെട്ടിവയ്ക്കുന്നത്, തലയിൽ കെട്ടിവയ്ക്കുന്നത്. അത് പലപ്പോഴും കുഞ്ഞിന് ടെൻഷൻ കൂടാനും, അല്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അധ്യാപകരെ ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരത്താലും സുഹൃത്തുക്കൾ ക്ലാസ്മേറ്റ്സുകൾ കളിയാക്കുന്നതിൻ്റെയൊക്കെ ഭാഗം ഇവൻ കൂടുതൽ പുറകോട്ട് പോകുന്നതായിട്ടാണ് കാണുക. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ആ കുട്ടിയുടെ കൂടെയായിരിക്കും. ആ കുട്ടിയുടെ പഠന വൈകല്യമായി നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും. അത് കുട്ടിയുടെ കൂടെ ഇരുന്ന് ഏത് മേഖലയിലാണ്, ഏത് രീതിയിലാണ് ആ കുട്ടിയെ കൂടുതൽ മുന്നോട്ട് നന്നായി പഠിക്കാൻ ഉചിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക എന്ന് നമ്മൾ അവൻ്റെ കുറവുകൾ കണ്ടറിഞ്ഞാലാണ്, അല്ലെങ്കിൽ അവൻ്റെ കഴിവ് കണ്ടറിഞ്ഞാലും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എല്ലാ കുട്ടികളും പഠനത്തിൽ മാത്രം മുന്നിൽ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളൊരു വ്യക്തിത്വമാണ് ആ കുഞ്ഞിലെ രൂപീകരിക്കുന്നത്.
അപ്പോൾ ആ കുഞ്ഞിന് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ചില കഴിവുകളുണ്ടായിരിക്കും. ചിലർക്ക് പാടാനായിരിക്കാം, ചിലർക്ക് വരയ്ക്കാനായിരിക്കാം, ചിലർക്ക് കളിക്കാനായിരിക്കാം, ചിലർക്ക് ഓർഗനൈസിങ് കപ്പാസിറ്റി ആയിരിക്കാം. അത് ആ കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ആ കുട്ടിയോട് കൂടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് ആ കുഞ്ഞിൻ്റെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ആ തരത്തിലും കുഞ്ഞിനെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുന്ന സമൂഹത്തിലെ വ്യക്തികളിൽ ഈ കുഞ്ഞിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് ആ കുഞ്ഞിനെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതും ആ കൊച്ചിൻ്റെ വളർച്ച നമ്മൾ കാണുന്നത്. പലപ്പോഴും പഠനത്തിൽ വീക്കാണെന്നുള്ള രീതിയിൽ സ്കൂൾ അധികൃതർ PTA മീറ്റിങ്ങിന് പോകുമ്പോൾ സംസാരിക്കുമ്പോൾ പേരൻസിൻ്റെയും മനസ്സ് നൊന്താണ് തിരിച്ചു വരുന്നത്. ആ നൊന്ത് വരുന്ന മനസ്സുമായി ആ കൊച്ചിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് കൂടുതൽ ആ കൊച്ചിനോട് വാശിയും ദേഷ്യവും, അവനെ കൂടുതൽ ശിക്ഷിക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. അവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, നമുക്ക് ശിക്ഷണം കൊടുക്കണം. അതായത് ശിക്ഷണം എപ്പോഴും വളർച്ചയിലാണ് ഉണ്ടാകുന്നത്. അത് ആ കൊച്ചിൻ്റെ മനസ്സിനെ നോവിക്കുന്ന വിധത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ഈ കുഞ്ഞിനോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 5 വയസ്സ് പ്രായം വരെ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളും കുട്ടികളുടെ കളികളും ഒക്കെ നമ്മളൊന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അവർ ഭാവിയിൽ എന്തായിത്തീരും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കുട്ടികളെ ഒരുക്കിക്കൊണ്ടിരിക്കേണ്ടത്. എന്നിരുന്നാലും കുട്ടികൾ കളിക്കുന്ന എല്ലാ കളികളും ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് കാണുന്ന ഒരു വലിയൊരു ദോഷമെന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ അധികം ജ്ഞാനമുണ്ട്, അറിവുണ്ട്. അവർ പറയുന്നതെല്ലാം ശരിയാണ്, അവർ നല്ല ബുദ്ധിയുള്ളവരാണെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് മാതാപിതാക്കൾക്കുള്ളതുകൊണ്ട് ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങളെല്ലാം അസ്ഥാനത്താണെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണും. അത് ശരിയല്ല, അതൊട്ടും ശരിയല്ല. അതുകൊണ്ട് ആരോട് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ധാരണകൾ തിരുത്തലുകളിലൂടെ കൊടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ചില കുട്ടികളോട് മാതാപിതാക്കൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. വെറും സ്ട്രിക്റ്റ് എന്നല്ല, ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ളവന് എന്ന് പറഞ്ഞാൽ അടച്ചിട്ട് ഗേറ്റിൽ പൂട്ടിയിട്ട് റൂം അടച്ചിട്ട് അവരെ നിർബന്ധിതമായിട്ട് പഠിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കി കൊടുത്ത്, അതായത് കൃത്രിമമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കും, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ആ കുട്ടി അതിനോടൊന്നും ഇണങ്ങിച്ചേരാൻ സാധ്യത കാണില്ല. കാരണം മാനസികമായ വികാസത്തിന്, ബുദ്ധിവികാസത്തിന്, ആത്മീയമായ വികാസത്തിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനിവാര്യമാണെന്ന് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ തലത്തിലുള്ള വികാസം നമുക്ക് വേണം. ലോകം കാണണം, ലോകത്തെ അറിയണം, മറ്റുള്ള വ്യക്തികൾ എന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ കുഞ്ഞുമക്കൾക്ക് ലഭിക്കണം. കുട്ടികളുടെ ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, പുസ്തകങ്ങൾ, അതുപോലെയുള്ള ചിന്തകൾ, ഇതെല്ലാം നമ്മൾ പ്രായത്തിനനുസരിച്ചേ കൊടുക്കാവൂ എന്ന് മാത്രമല്ല, നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ അപ്പൂപ്പന്മാരും കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രകൃതിയിൽ കാണുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ച് ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു എന്നും മാർക്കറ്റിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആശ്രയിച്ച് ജീവിക്കുന്ന കുട്ടികളുടെ തലമുറ പോലും വളർത്തിയെടുക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കാണുന്നതെന്ന് ഈ പുസ്തകം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ശരിയാണത്. കുട്ടികളിൽ മറ്റു കുട്ടികളും പരസ്പരം അവരുണ്ടാക്കുന്ന സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ അവർ സ്വയം നിർമ്മിക്കുമ്പോൾ അവർ ബുദ്ധി വികസിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പരസ്പരം സ്നേഹബന്ധത്തിൻ്റെ അടയാളമായിട്ട്, മുദ്രയായിട്ട് അത് മാറുന്നുണ്ട്. പങ്കുവെക്കലിൻ്റെ ഒരു ഭാഗങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ കാണുന്ന വസ്തുക്കൾ മാത്രമായി കുട്ടികൾ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്നൊരു കൃത്രിമത്വം അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. പ്രകൃതിയായിട്ടുള്ള ബന്ധം അവർക്ക് അറ്റുപോകുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും ഈ പുസ്തകത്തിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കൊടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പഴയ കളിമുറ്റത്തേക്ക് നമ്മൾ ഇറക്കി വിടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇന്ന് സൈബർ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
കുട്ടികൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളുമായി സമ്പർക്കം നടത്തുമ്പോൾ അവർക്ക് മനുഷ്യന്മാരായിട്ടുള്ള സംവാദത്തിന് യാതൊരു വിധത്തിലുള്ള അവസരവുമില്ല എന്ന് മാത്രമല്ല അവർക്ക് അതിന് ജ്ഞാനമുണ്ടാകുന്നില്ല, അറിവുണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് കൃത്രിമമായൊരു ലോകത്തല്ല, നമ്മൾ ഇടപഴകുന്ന കുടുംബങ്ങളിലാണ്, ബന്ധങ്ങളിലാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കളെ എപ്പോഴും പ്രകൃതിയും മനുഷ്യനുമായി ബന്ധപ്പെട്ട രീതിയിൽ വളർത്താൻ കൊച്ചുനാളിൽ തന്നെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടങ്ങളിൽ കൊച്ചുങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മളെ ഈ പുസ്തകം വളരെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ചിന്തകൾ പ്രകൃതിയിലേക്ക് ഇറക്കി വിടണം. കാരണം മാതാപിതാക്കൾ തന്നെയാണ് ഇതിന് അടിസ്ഥാനമായിട്ട് മുന്നോട്ട് വരേണ്ടത് എന്ന് നമുക്കുള്ള നിർദ്ദേശങ്ങൾ അവസാന അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. വീടുകളിൽ മാതാപിതാക്കളാണ് കുട്ടികൾക്ക് റോൾ മോഡലായിരിക്കേണ്ടത്. പ്രത്യേകിച്ച് 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ എപ്പോഴും കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത് സ്വന്തം മാതാപിതാക്കളെയാണ്. അവരുടെ ജീവിതത്തിൽ കുട്ടികൾക്ക് ഹീറോ ആയിരിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളിൽ കാണുന്നത്, കൊച്ചു നാളുകളിൽ അവർ അമ്മയുടെ സാരി എടുത്തു കൊടുക്കും, തോർത്തുമുണ്ടുകൾ എടുത്ത് പിതാക്കന്മാരെടുക്കുന്ന പോലെ ആ ശൈലികളെടുക്കും. അങ്ങനെ പല ശൈലികൾ അവർ ഫോളോ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കളാണ് റോൾ മോഡൽ. എന്താണ് മാതാപിതാക്കളെ വീട്ടിൽ സംസാരിക്കുന്നത് അതെല്ലാം അവർ കേൾക്കുകയും മനസ്സിലാക്കുകയും. ചില കുട്ടികൾ തെറി പറയുന്നത് കേൾക്കാം, പക്ഷെ അതിൻ്റെ റൂട്ട് കോസ്, അതിൻ്റെ കാര്യകാരണം അന്വേഷിച്ചറിയുമ്പോൾ വീട്ടിൽ മാതാപിതാക്കൾ പരസ്പരം പറയുന്നതോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്ന് കിട്ടിയതൊക്കെയാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു വാക്കാണ് തെറി എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കി പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന സ്വഭാവ രൂപീകരണം നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ പൂർണ്ണമായും നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കണ്ണി എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെ. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടു കൂടിയാണ് കുട്ടിയോട് പെരുമാറാൻ പാടുള്ളൂ. വീട്ടിലുള്ള പെരുമാറ്റങ്ങൾ എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാവൂ. പലപ്പോഴും നമ്മൾ സ്കൂളുകളിൽ വിട്ട് അവരെ നല്ല കുട്ടികളാക്കാനായിട്ട് ശ്രമം നടത്തും, പക്ഷെ ഒരിക്കലും അവർ നല്ല കുട്ടികളാകുന്നില്ല. ഒരുപക്ഷെ ആ സ്ഥാപനത്തിന് റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കാം, നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആയിരിക്കാം, നല്ല സൗകര്യങ്ങളുള്ള ക്ലാസ് റൂംസൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ കുട്ടിക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം ഈ 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടിക്ക് എന്ത് ഫോർമേഷനാണ് കിട്ടിയിരിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് നടക്കുന്നത്. അത് നമ്മൾ പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ വേദപാഠം പഠിപ്പിച്ചിട്ടോ ഒന്നും മാറ്റങ്ങൾ സംഭവിക്കില്ല. ഉള്ളിലുള്ള കിടന്ന് ഉള്ളിൽ തന്നെ കിടക്കും. അത് അവസരം കിട്ടുമ്പോഴൊക്കെ പുറത്തു ചാടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇതിൽ കാണുന്നൊരു വചനം കൊടുത്തിരിക്കുന്നത് എഫേസുകാർക്ക് എഴുതിയ ലേഖനമാണ്. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ചിന്തകൾ ദൈവഭക്തിയാണ്. കുഞ്ഞു കുട്ടിയുടെ മനസ്സ് താബൂല റാസ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ സ്ലേറ്റ്, എഴുതപ്പെടാത്ത ഒരു സ്ലേറ്റ്. ആ സ്ലേറ്റിൽ നമ്മൾ വരച്ചിടുന്നത് ദൈവിക ചിന്തകളോ അല്ലെങ്കിൽ ആത്മീയമായ വികാര വിചാരങ്ങളോ നമ്മൾ കാണുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ ചിത്രങ്ങളാണെങ്കിൽ തീർച്ചയായും അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങി വരച്ച് കിടക്കുന്നുണ്ടായിരിക്കും. അത് എൻഗ്രേവ് ചെയ്തുപോലെ കിടക്കുന്നുണ്ടാവും. അത് എന്തെല്ലാം മലിനമായ കാര്യങ്ങളാൽ, ഈ സമൂഹത്തിൻ്റെയോ ഈ കാലഘട്ടത്തിൻ്റെയോ മലിനമായ കാര്യങ്ങളിൽ പെട്ടുപോയാലും ഒരു ദിവസം ആ അഴുക്കെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ആ എൻഗ്രേവ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് പുറത്ത് വരിക. അപ്പോൾ എപ്പോഴും നമ്മൾ നന്മ അവരുടെ ഹൃദയത്തിൽ കോറി വരച്ചിടാനായിട്ടുള്ള ശ്രമം മാതാപിതാക്കൾ നടത്തണമെന്നാണ് ഇത് ഉദ്ബോധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശിക്ഷണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശിക്ഷയല്ല, ശിക്ഷണമാണ്, തിരുത്തലുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തിരുത്തൽ കൊടുക്കേണ്ട രീതിയുണ്ട്. ഒരു കുട്ടി വളരെ ഹൈപ്പർ ടെമ്പറുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്നതും ഒരു നോർമലായിട്ടുള്ള കുട്ടിക്ക് കൊടുക്കുന്ന തിരുത്തലുകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവ രീതി, ജീവിതശൈലി കണ്ടറിഞ്ഞിട്ട് വേണം അവർ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ തിരുത്തേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ സങ്കീർത്തനത്തിൽ 127-ാമത്തെ സങ്കീർത്തനം 3-4 വാക്യങ്ങൾ പറയുന്നത്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് കുട്ടികളോട് ആ ഒരു കർത്താവിൻ്റെ ദാനമായി, സമ്മാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിയിരിക്കുന്ന കുഞ്ഞാണെന്നുള്ളൊരു അവബോധം മാതാപിതാക്കൾക്ക് വേണം. എപ്പോഴും നമ്മുടെ ചില കുഞ്ഞുങ്ങൾ
നമ്മൾ തമാശയിൽ പറയാറുണ്ട്, KG പഠിക്കുന്ന കുട്ടിയായാലും PG സംസാരമാണ്, നാക്കാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ അധരത്തിലൂടെ പലതും ദൈവം നമ്മളോട് പോലും സംസാരിക്കും. അപ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ അത്രയും ഒരു കുഞ്ഞ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ദാനമായി, സമ്മാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടി നമ്മുടെ ഭാവിയെ പോലും തിട്ടപ്പെടുത്തുന്നത് ഈ കുഞ്ഞിലൂടെയാണെന്നുള്ളൊരു അവബോധത്തോടു കൂടി ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങൾ അത്രയും നല്ലവരായി മാറണം. ദൈവത്തിൻ്റെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒരു സമയമാണ്. അവർക്ക് തിന്മക എന്ന് പറയുന്ന അവസ്ഥ അവരുടെ മനസ്സിലേക്ക്, അവരുടെ ഇഷ്ടങ്ങൾ ഒന്നും അവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. വളരെ ക്ലീനായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ സൃഷ്ടികർത്താവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായും നന്മ നിറഞ്ഞ പ്യൂരിറ്റിയോട് കൂടിയുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ നമ്മുടെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കളങ്കപ്പെടുത്താതെയും മുറിപ്പെടുത്താതെയും എന്ന് മാത്രമല്ല എപ്പോഴും ശുദ്ധമായി പരിശുദ്ധമായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ പല കുട്ടികളുണ്ട്, ആരെയൊക്കെ ഈ അധ്യാപകർ നോക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും ശ്രമിക്കേണ്ടതും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ കുഞ്ഞിലൂടെ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ചിലതൊക്കെ ചെയ്തു തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയും ഔസേപ്പിതാവും ഉണ്ണീശോയെ തിരുക്കുടുംബത്തിൽ വളർത്തിയതുപോലെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് വളർത്താൻ, നല്ല വഴിയിലൂടെ നടത്താൻ നമ്മൾ തന്നെ മുൻപേ നടക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകം. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത് സ്കൂളിലല്ല, പക്ഷേ വീട്ടിലാണ്. വീട് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ലവ് എന്നാണ് പറയുക. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ. മാതാപിതാക്കൾ അധ്യാപകരായതുകൊണ്ട് കുഞ്ഞിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞ് വീട് വിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിലെ കൂട്ടുകാരുമൊത്ത് അധ്യാപകന്മാരുമൊത്തുള്ള അവൻ്റെ സ്നേഹസമ്പൂർണമായ ഒരു അപ്രോച്ച്, പെരുമാറ്റം എല്ലാവരെയും ആകർഷിക്കും. അതുതന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളിൽ നിന്നും എല്ലാ വിദ്യാഭ്യാസം കൊണ്ടും ജനവും സമൂഹവും ദൈവവും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ, ഈ പുസ്തകം നിങ്ങൾക്കൊരു നിർദ്ദേശമായിട്ട് മാത്രമായിട്ട് നിങ്ങൾ എടുക്കാതെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളുമാണ് ഇതിലൊക്കെ കൊടുത്തിരിക്കുന്നത് എങ്കിലും അതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നമുക്ക് നന്മയിലേക്ക് നമുക്കും വളരാൻ ഉചിതമാകുന്നൊരു പുസ്തകം കൂടിയാണത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നേർവഴിക്ക് നടത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നല്ല പാതയിലൂടെ നടക്കാനായിട്ടൊരു റോൾ മോഡലായിട്ട് മാറാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ സഹായകമാകുന്ന ഒരു പുസ്തകമാണ്. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, രണ്ട് സൈഡിലേക്കും വെട്ട് കിട്ടും എന്ന് പറയുന്ന പോലെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്താനും നിയന്ത്രിക്കാനും സംരക്ഷിക്കാനും അവരെ ശരിയായ ദിശയിലേക്ക് വളർത്താൻ ഉപയോഗിക്കുന്നൊരു പുസ്തകമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും ആ വായന സ്വയം നന്മയിലേക്ക് വളരാനും നമ്മൾ തന്നെ ഒരു റോൾ മോഡലായി സമൂഹത്തിൽ മാറാനും ഉചിതമാകും എന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുക, നിങ്ങൾ വിലയിരുത്തുക, നിങ്ങളെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.